ദയാഭാരതി എന്ന് പറഞ്ഞ സിനിമയുടെ പത്രസമ്മേളനമായിട്ടായിരിക്കും. അപ്പോഴും ഞാൻ മനസ്സിൽ ആലോചിച്ചിരുന്ന കാര്യം ഏറ്റവും അവസാനം ചോദിക്കാൻ നമ്മുടെ ചോദ്യം ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങളെന്നാണ്. മലയാള സിനിമ ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല. ഇവിടെ എന്തൊക്കെ ക്ഷുദ്രശക്തികൾ വന്നാലും ഈ ഇൻഡസ്ട്രി ഇങ്ങനെ തന്നെ നിലനിൽക്കും. ചെറിയ ക്ഷീണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതിന് വരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും സിനിമയിലോട്ട് മാത്രം ഉറ്റുനോക്കുന്നതുകൊണ്ടാണ് ഇവിടെ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ളൂ എന്ന് മനസ്സിലാകുന്നത്. പക്ഷെ എല്ലാ മേഖലകളിലും ഇത് നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ മേഖലകളിലാണ് പോലും ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒരു കമ്മീഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇതൊക്കെ തന്നെ പുറത്തുണ്ട്. അതുപോലെ ഈ സിനിമയിൽ ഞാൻ നിങ്ങളെ എന്നെ പല റോളിൽ കണ്ടിട്ടുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് കണ്ടിട്ടുണ്ട്, പ്രൊഡ്യൂസറായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമയിൽ ഞാൻ മനോഹരമായ, ഞാൻ എല്ലാ സിനിമയിലും ഒരു സീനിലും 2 സീനിലും കണ്ടിട്ടുണ്ടാവുള്ളൂ എന്നെ. പക്ഷേ ഈ സിനിമയിൽ ഒരു 2 ദിവസം എന്ന് പറഞ്ഞ് എന്നെ വിജയേട്ടൻ വിളിക്കുന്നത്, എൻ്റെ സിനിമ അടക്കം 2 ദിവസം കൊണ്ട് അഭിനയിക്കണം. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം അനിയൻ സാറിനെ ചെയ്യിപ്പിച്ച പോലെ തന്നെ എന്നെയും 10-12 ദിവസം അഭിനയിപ്പിച്ചു. ഒരു മുഴുനീള വേഷം തന്നെ തന്നിട്ടുണ്ട് ഈ പടത്തിൽ. ഒരു ഡയറക്ടർ പറഞ്ഞ പോലെ ഇതൊരു അവാർഡ് പടമല്ല. അദ്ദേഹം പറഞ്ഞു 25 രൂപ മണിക്ക് ഒരു അവാർഡ് പടം പിടിക്കാൻ പോയതാന്ന് പറഞ്ഞു. പക്ഷെ ഇതല്ല. അദ്ദേഹം തന്നെ പറഞ്ഞു ഇതിനകത്ത് ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, സോങ് ഉണ്ട്. 2 കോടി രൂപ ബഡ്ജറ്റ് എത്തിയപ്പോൾ ഈ സിനിമ പക്കാ കൊമേഴ്ഷ്യൽ സിനിമയായി മാറിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ സിനിമ കണ്ടു വിജയിപ്പിക്കുക. ഇതിനകത്ത് നല്ലൊരു സന്ദേശമുണ്ട്. നിങ്ങൾ ഈ ചോദിച്ച പോലെ തന്നെ ആദിവാസികളെ പറ്റിയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ സിനിമയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സിനിമയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, മാക്സിമം ആളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക. തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണാൻ ആൾക്കാരെ പ്രേരിപ്പിക്കും. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യനോട് കൂടി നമ്മൾ കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.